എറണാകുളത്ത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കയറിയത് സബ്വേയിലാണ്. ഓക്കെ, സബ്വേയിൽ ഞാനൊരു സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. സോ സാൻഡ്വിച്ച് ഇത് കണ്ടോ, സാൻഡ്വിച്ചാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ഗുഡ് ആൻഡ് ഫില്ലിങ് ഓൾസോ. അവിടെ നിന്ന് അപ്പോൾ സാൻഡ്വിച്ച് എല്ലാം കഴിച്ചിട്ട് ഞാൻ ഡ്രിങ്ക്സ് ഒന്നും ഓർഡർ ചെയ്തില്ല. ഡ്രിങ്ക്സിന് എനിക്ക് കുടിക്കാൻ തോന്നിയില്ല. പിന്നെ നമ്മൾ കുറച്ച് ലെറ്റ്സ് ഈറ്റ് ബേക്കേഴ്സിൽ പോയി കുറച്ചൊരു സോസേജ് റോളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ സോസേജ് റോളും ഒരു മീറ്റ് പാറ്റീസുമാണ് ഓർഡർ ചെയ്തത്. ചുമ്മാ കുറച്ചുകൂടെ ഒന്ന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് സെൻട്രൽ സ്ക്വയർ മാളിൽ പോയി. അവിടെ നിന്ന് കണ്ടോ ഒത്തിരി ഫുഡ് കോർട്ട്സ് ഉണ്ട്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ബർഗറുണ്ട്, മന്തിയുണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്, പാനിപ്പൂരി ഉണ്ട്, വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്. അങ്ങനെ എല്ലാം തരം വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണിയുടെ കൂടെ ഒരു പിക്കിളുണ്ട്, ചമ്മന്തി ഉണ്ട്, സാലഡുണ്ട്, പിന്നെ പായസം കിട്ടി, പിന്നെ കട്ടൻ ചായയും കിട്ടി. അപ്പോൾ നല്ലൊരു കോംബോ ആയിരുന്നു ഇത്. അപ്പോൾ ഇത്ര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടി. ഇത് എനിക്ക് തോന്നുന്നു തലശ്ശേരി ബിരിയാണിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ ഒരു പപ്പടവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരി ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബിരിയാണി ടേസ്റ്റ് ചെയ്യണ്ടേ, ബിരിയാണി എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിരിയാണി കുറച്ച് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഇത് തലശ്ശേരി ബിരിയാണി ആണെന്ന് തോന്നുന്നു കേട്ടോ. ഐ എം നോട്ട് ദാറ്റ് ഷുവർ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഒരു നോർമൽ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ വലിയ കാര്യത്തിൽ ടേസ്റ്റ് പറയാൻ മാത്രമൊന്നുമില്ലായിരുന്നു. ഒരു നോർമൽ ടേസ്റ്റ് അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെയുള്ള ആ ചമ്മന്തിയും ആ അച്ചാറും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളതുണ്ടായിരുന്നു പാനിപ്പൂരിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് കണ്ടോ, പാനിപ്പൂരി നല്ലൊരു പാനിപ്പൂരി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെല്ലാം ടേസ്റ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടായിരിക്കുന്നു പാനിപ്പൂരി അല്ലേ. അപ്പം ഞാൻ പതുക്കെ അങ്ങോട്ട് കിടക്കുന്നു. ഞാനിപ്പോൾ വായിക്കാത്തിട്ടിട്ടു. പാനിപ്പൂരി ഭയങ്കര ടേസ്റ്റുള്ള പാനിപ്പൂരിയാണ്. നല്ല ഓസം ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.